നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെർപ്പശ്ശേരി കാറൽമണ്ണയിൽ പാടത്ത് പന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി രഞ്ജിത്ത് പ്രമാണിക്കാണ് മരിച്ചത്. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുണ്ടൂർ തൂത പാതയിൽ വീണ്ടും വാഹനാപകടം. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന മുച്ചക്ര സ്കൂട്ടറും എതിരെ വന്ന ലോറിയും കൂട്ടിയിടിച്ചു. സ്കൂട്ടർ യാത്രികന് പരിക്ക്. മുറിയങ്കണ്ണി പൂവത്താണി വരെയുള്ള റോഡിന്റെ പ്രവൃത്തി ജനുവരിയിൽ പൂർത്തീകരിക്കുമെന്ന് കെ പ്രേംകുമാർ MLA. BM&BC നിലവാരത്തിൽ മികച്ചതായി മാറുമെന്നും MLA. കുലിക്കല്ലൂരിൽ വീണ്ടും നെൽവസന്തം. 1.5 പതിറ്റാണ്ടിന് ശേഷം 4 പാടശേഖരങ്ങളിൽ 1ാം വിള വിരിപ്പ് നെൽകൃഷി വിളയിച്ച് കർഷകർ. കൊയ്ത്ത് ഉത്സവമാക്കി പഞ്ചായത്ത്. ആണിനെ പെണ്ണാക്കുന്നതും പെണ്ണിനെ ആണാക്കുന്നതുമല്ല കേരളത്തിന്റെ സംസ്കാരമെന്ന് MP അബ്ദുൾ സമദ് സമദാനി MP. പുരുഷനെ പൗരുഷമുള്ളവനായും സ്ത്രീയെ സ്ത്രീത്വമുള്ളവളുമായാണ് സ്ഥാപിക്കേണ്ടതെന്നും സമദാനി. ചെർപ്പശ്ശേരി കാറൽമണ്ണയിൽ പാടത്ത് പന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി രഞ്ജിത്ത് പ്രമാണിക്കാണ് മരിച്ചത്. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെർപ്പശ്ശേരി കാറൽമണ്ണ തൃക്കിടിരിമന പാടത്താണ് ഇതര സംസ്ഥാന തൊഴിലാളിയെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെസ്റ്റ് ബംഗാൾ സ്വദേശി രഞ്ജിത്ത് പ്രമാണിക്കാണ് മരിച്ചത്. കാട്ടുപന്നികളെ തുരത്താനായി പാടത്ത് വാഴകൃഷിക്ക് ചുറ്റും കെട്ടിയിട്ടുള്ള കമ്പിവേലിയിൽ നിന്നാണ് ഷോക്കേറ്റത്. ഇലക്ട്രിക് ലൈനിൽ നിന്നും നിയമവിരുദ്ധമായി വയർ കൊളുത്തി കമ്പിവേലിയിലേക്ക് വൈദ്യുതി ഘടിപ്പിച്ച നിലയിലായിരുന്നു. 2 വർഷമായി പ്രദേശത്ത് കൃഷിപ്പണികൾ ചെയ്യുന്നയാളാണ് മരിച്ച രഞ്ജിത്ത്. വെള്ളിയാഴ്ച രാത്രി എന്തോ ആവശ്യത്തിന് പാടത്തേക്ക് പോയി ഏറെ വൈകിട്ടും താമസ സ്ഥലത്ത് എത്താത്തതിനെ തുടർന്ന് കുടുംബം നടത്തിയ പരിശോധനയിലാണ് പാടത്ത് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളുടെ ചെരുപ്പും പണിസാധനങ്ങളും സമീപത്തു നിന്നും കണ്ടെത്തി. സ്ഥലമുടമയിൽ നിന്നും പാട്ടത്തിനടുത്താണ് ഇവിടെ കൃഷി ചെയ്തു വന്നിരുന്നത്. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് ഫിംഗർ പ്രിന്റ് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സംഭവത്തിൽ കമ്പിവേലിയിലേക്ക് വൈദ്യുതി പ്രവഹിപ്പിക്കാൻ സഹായിയായി പ്രവർത്തിച്ച കാറൽമണ്ണ മണ്ണിങ്ങൽ വീട്ടിൽ MK ഹരിദാസൻ, പാട്ടത്തിനടുത്ത ഭൂമിയിൽ വാഴകൃഷി നടത്തിയിരുന്ന ചെർപ്പശ്ശേരി പാറക്കൽ വീട്ടിൽ പ്രഭാകരൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുലിക്കല്ലൂർ അഹമ്മത്തങ്ങാടി കിഴക്കേ പാട്ടുതൊടി വീട്ടിൽ KP മുഹമ്മദ് മുസ്തഫയെ കാപ്പ നിയമപ്രകാരം ചെർപ്പശ്ശേരി പോലീസ് കരുതൽ തടങ്കലിലാക്കി. ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയിൽ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് നടപടി. മുണ്ടൂർ തൂത പാതയിൽ അടയ്ക്കാപുത്തൂരിൽ വാഹനാപകടം. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന മുച്ചക്ര സ്കൂട്ടറും എതിരെ വന്ന ലോറിയും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. മുണ്ടൂർ തൂതപാതയിൽ അടയ്ക്കപ്പുത്തൂർ സെന്ററിൽ ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. പാലക്കാട് ഭാഗത്തു നിന്നും ചെർപ്പശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്നു ചരക്ക് ലോറി. ഇതിനിടെ പെട്ടെന്ന് മുച്ചക്ര സ്കൂട്ടർ യാത്രികൻ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നെന്ന് പറയുന്നു. അപകടം ഒഴിവാക്കാൻ ലോറി ഡ്രൈവർ ശ്രമിച്ചെങ്കിലും സ്കൂട്ടറിലും സമീപത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിലും ലോറി തട്ടി. മുച്ചക്ര സ്കൂട്ടർ ഓടിച്ചിരുന്ന അടയ്ക്കപ്പുത്തൂർ സ്വദേശി മനോഹരനെ പരിക്കുകളോടെ തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറി ഡ്രൈവറുടെ ജാഗ്രതയാണ് വലിയ അപകടം ഒഴിവാക്കിയത്. ആണിനെ പെണ്ണാക്കുകയും പെണ്ണിനെ ആണാക്കുന്നതും ചെയ്യുന്നതല്ല കേരളത്തിന്റെ സംസ്കാരമെന്ന് MP അബ്ദുൾ സമദാനി MP. വനിതാ ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനം പട്ടാമ്പി ആമയൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബ്ദുൾ സമദ് സമദാനി MP. പുരുഷനെ പൗരുഷം ഉള്ളവനാക്കുന്നതും സ്ത്രീയെ സ്ത്രീത്വത്തിൽ സ്ഥാപിക്കുന്നതുമാണ് യഥാർത്ഥ സംസ്കാരമെന്നും അബ്ദുൾ സമദ് സമദാനി MP പറഞ്ഞു. ഇന്ന് കേരളക്കരയിൽ ആൺകുട്ടികളെ പോലെ ആണുങ്ങളെ പോലെ പെൺകുട്ടികളും പെണ്ണുങ്ങളും ഉപയോഗിക്കുന്നതാണ് മയക്കുമരുന്ന്. പലരും മനസ്സിലാക്കിയിട്ടില്ല. കയ്യിലേക്ക് മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് കുത്തിക്കയറ്റുന്നതിൽ പോലും ക്യാമ്പസുകളിൽ പെൺകുട്ടികൾ ഒട്ടും പിറകിലല്ല. ഇതാണോ സ്ത്രീ പുരുഷ സമത്വം? ആണുങ്ങൾ ചെയ്യുന്നതൊക്കെ ചെയ്യലാണോ സ്ത്രീയുടെ ജോലി? അങ്ങനെയാണെങ്കിലേ സ്ത്രീ പുരോഗമനം പാലിക്കുകയുള്ളൂ. എങ്കിൽ ഞാൻ പറയുന്നു,
ആണിനെ പെണ്ണാക്കുകയും പെണ്ണിനെ ആണാക്കുകയും ചെയ്യുന്നതല്ല സംസ്കാരം. പുരുഷനെ പൗരുഷത്തിലും സ്ത്രീയെ സ്ത്രീത്വത്തിലും സ്ഥാപിക്കുന്നതിന്റെ പേരാണ് സംസ്കാരം. സ്ത്രീയെ സ്ത്രീയാക്കുക, സ്ത്രീയെ സ്ത്രീത്വത്തിൽ പുനഃസ്ഥാപിക്കുക. അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. മറ്റത് എളുപ്പമാണ്. മറ്റത് ആണിനെ പോലെ പാൻ്റ് ഇട്ട് പുകവലിച്ചാൽ പെണ്ണിന് വേണമെങ്കിൽ പുരുഷനെ പോലായി എന്ന് വിചാരിക്കാം. അതുകൊണ്ടൊന്നും ആവൂല. ഇത് പ്രകൃതിയാ തന്നെ വ്യത്യാസപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഒന്നാക്കാൻ കഴിയില്ല. നിങ്ങൾ പ്ലാവിനെ പ്ലാവാകാൻ വിടൂ. പ്ലാവിൽ നിന്ന് ചക്ക പ്രതീക്ഷിക്കൂ. പ്ലാവിന്റെ അടുത്ത് പോയിട്ട് നീ മാമ്പഴം നൽകുമെന്ന് പറയുന്നത് നിന്റെ വിവരക്കേടാണ്. ജില്ലാ വനിതാ ലീഗ് പ്രസിഡന്റ് ജമീല അധ്യക്ഷയായി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം, മുസ്തഫ മാസ്റ്റർ, മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ജയന്തി രാജൻ, വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറ മമ്പാട്, N ഷംസുദ്ദീൻ MLA, ഷാഹിദ് റിയാസ്, മരിക്കാർ മാരായമംഗലം, റഫീഖ പറക്കോട്, ഷംല ഷൗക്കത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള വനിതകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുറിയങ്കണ്ണി പൂവത്താണി വരെയുള്ള റോഡിന്റെ പ്രവൃത്തി 2026 ജനുവരി മാസത്തോടെ പൂർത്തീകരിക്കുമെന്ന് K പ്രേംകുമാർ MLA. കരിങ്കല്ലത്താണി GMLP സ്കൂളിന് MLA അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രേംകുമാർ MLAയുടെ ഓണസമ്മാനമായാണ് കരിങ്കല്ലത്താണി GMLP സ്കൂളിന് പുതിയ ബസ് ലഭിച്ചത്. നിലവിൽ സ്കൂളിന് വാഹനമുണ്ടായിരുന്നെങ്കിലും കേടുവന്ന് കിടക്കുകയാണ്. മാത്രമല്ല, കുട്ടികളുടെ എണ്ണം കൂടിയതോടെ ഈ വാഹനം പോരാതെ വന്നു. ഈ സാഹചര്യത്തിലാണ് K പ്രേംകുമാർ MLAയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും 21.5 ലക്ഷം രൂപ ചെലവിൽ ബസ് അനുവദിച്ചത്. ബസിന്റെ ഫ്ളാഗ് ഓഫ് MLA നിർവഹിച്ചു. എല്ലാ നിലയിലുമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് കുറവ് വന്നുകൂടാ എന്ന താല്പര്യത്തോടെയാണ് MLA എന്ന നിലയിൽ ഇടപെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് ശ്രീകൃഷ്ണപുരത്ത് നിന്ന് മുറിയങ്കണ്ണി വഴി ചെത്തല്ലൂർ വഴിയാണ് ഇങ്ങോട്ട് എത്തിയത്. മുറിയങ്കണ്ണി പാലത്തിന് ഇപ്പുറത്ത് വളരെ വേഗതയിൽ BMNBC നിലവാരത്തിലുള്ള റോഡിന്റെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. MLA എന്ന നിലയിൽ ഈ ടേം പൂർത്തീകരിക്കുന്നതിന് മുമ്പായി തന്നെ കയറിപ്പോയാൽ 2026 ജനുവരി അതിനു മുമ്പായി ഈ റോഡ് BMNBC നിലവാരത്തിൽ വെള്ള വരയിട്ട റോഡായി നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്ന സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച എഴുത്തുകാരായ കുട്ടികളുടെ പുസ്തക പ്രദർശനത്തിലും സാഹിത്യ ശില്പശാലയിലും പങ്കെടുത്ത സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ജസയെ ചടങ്ങിൽ ആദരിച്ചു. തച്ചനാടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം അധ്യക്ഷനായി. മുൻ ഫുട്ബോൾ താരവും MSP അസിസ്റ്റന്റ് കമാൻഡന്റുമായ P ഹബീബ് റഹ്മാൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ CP സുബൈർ, ഗ്രാമപഞ്ചായത്ത് അംഗം PT സഫിയ, പ്രധാനാധ്യാപകൻ അൻവർ, SMC ചെയർമാൻ PT സലാം, PK സയ്യിദ്, പൊന്നേദ് നജീബ്, PTA പ്രസിഡന്റ് PT റുക്സിനി, മുൻ PTA പ്രസിഡന്റ് K അഷ്റഫ് അലി, സ്റ്റാഫ് സെക്രട്ടറി ശൈലജ തുടങ്ങിയവർ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കോൽക്കളിയും അരങ്ങേറി. ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പിയിൽ ജലജന്യ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ നഗരസഭയിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിൽ തീരുമാനം. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് നിരവധി പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നത്. ഇതോടൊപ്പം മറ്റ് ജലജന്യ രോഗങ്ങളും പടരുന്നതിനുള്ള സാധ്യതകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പട്ടാമ്പി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗം ചേർന്നത്. ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുതരാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാൽ പോലും നമ്മളൊരു അശ്രദ്ധ, ചെറിയൊരു അശ്രദ്ധ ഉണ്ടായാൽ മരണത്തിലേക്ക് എത്തുന്ന ഒരു അസുഖം കൂടി ആയതിനാണ്. ഇത് നമുക്ക് ഈ അമീബിക് ജ്വരം പിടിപെട്ട് കഴിഞ്ഞാൽ തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ മരണം തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് ഇല്ലാതാക്കുന്നതിന് നമുക്ക് നമ്മുടെ നഗരസഭാ പരിധിയിലുള്ള എല്ലാ ആശാവർക്കർമാരും അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ കാര്യം പറഞ്ഞു. എല്ലാ കിണറുകളിലും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലെ കിണറുകളിലും അതുപോലെ കുടിക്കാൻ ഉപയോഗിക്കുന്ന കുളങ്ങളിലും ഒക്കെ ഈ ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഉത്ഭവം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷനായി.
പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വാമിനാഥൻ, കൊപ്പം CHC മെഡിക്കൽ ഓഫീസർ മൊയ്തീൻ, നഗരസഭാ കൗൺസിലർമാർ, ആശാപ്രവർത്തകർ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കരിമ്പുഴ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടപ്പുറം GMLP സ്കൂളിന് പുതിയ അടുക്കള നിർമ്മിച്ചു നൽകി. 8 ലക്ഷം രൂപ ചെലവിട്ടാണ് അടുക്കള നിർമ്മാണം പൂർത്തിയാക്കിയത്. പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്ക് പ്രാതൽ, ഉച്ചഭക്ഷണം എന്നിവ കഴിക്കുന്നതിനായി പുതിയ പാത്രങ്ങളും വിതരണം ചെയ്തു. സ്മാർട്ട് ക്ലാസ് റൂമിലേക്ക് TV, ലാപ്ടോപ്പ് എന്നിവയുടെ വിതരണം നടന്നു. സ്കൂളിൻ്റെ ചോർച്ച പരിഹരിക്കാൻ മേൽക്കൂര, ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിക്കാൻ സ്റ്റോറേജ് റൂം, സ്കൂൾ വാഹനം നിർത്തിയിടാനുള്ള പാർക്കിംഗ് ഷെഡ്, കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ കിളിക്കൂട് എന്ന പേരിട്ട ഗാർഡൻ, സ്റ്റേജ് നവീകരണം, പുതിയ സൗണ്ട് സിസ്റ്റം, മികച്ച രീതിയിലുള്ള ഫർണിച്ചറുകൾ, ബാത്റൂം, മിയാവാക്കി തുടങ്ങി ഒട്ടേറെ ഭൗതിക സൗകര്യങ്ങൾ സ്കൂളിന് വേണ്ടി ചെയ്തതായി സ്ഥലം മെമ്പർ കൂടിയായ പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. ആ വാർഡിൽ വരുന്ന ജനങ്ങളേറെ ആശ്രയിക്കുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങളെ മികച്ച രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് ഒരു പഞ്ചായത്ത് ജനപ്രതിനിധിയുടെ കർത്തവ്യങ്ങളിലൊന്നാണ്. ആ നിലയ്ക്ക് നമ്മളിവിടെ 2-3 കാര്യങ്ങൾ പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായ 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. ഒന്ന്, കോട്ടപ്പുറം കാവിന്റെ പരിസരത്തുണ്ടായിരുന്ന അംഗനവാടി. നിങ്ങൾക്കൊക്കെ അറിയാം, ഈ കൊച്ചു കുട്ടികളൊക്കെ അവിടെയൊക്കെ പഠിച്ചിട്ടാണ് വരുന്നത്. അത് ഏറെക്കുറെ വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. ഏത് സമയം നിലം പൊത്തുന്ന ഒരവസ്ഥയായിരുന്നു. അതിന് നമ്മളൊരു പുതിയ ബിൽഡിംഗ് പണിയും എന്ന് നമ്മൾ ഇലക്ഷന്റെ ഒക്കെ കാലത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് ഉടനെ തന്നെ ചെയ്യാമായിരുന്ന ഒന്നായിരുന്നെങ്കിലും ഒന്ന് പുതിയത് പണിയെടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പഴയതൊന്ന് പൊളിക്കുക എന്നത്. അപ്പോ പഞ്ചായത്തില് അതിന്റെ 20 വർഷത്തോളം പഴക്കം മാത്രമാണ് ഉണ്ടായിരുന്നത്. PTA പ്രസിഡന്റ് മുരളി മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK ഷൗക്കത്ത്, K അനസ്, C ചാമി, പ്രധാനാധ്യാപിക ശശികല, PTA വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ, സുരേഷ് കുന്നപ്പള്ളി, TP സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്നുള്ള അറ്റകുറ്റപ്പണികൾക്കും സ്റ്റേജ് നവീകരണത്തിനും 10 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു. ഓണവിപണിയിൽ പരമ്പരാഗത മാദേവർ നിർമ്മാണത്തിൽ പുതിയ മാതൃക സൃഷ്ടിച്ച് വാണിയംകുളം പനയൂർ സ്വദേശി ജയകൃഷ്ണൻ. മണ്ണ് കൊണ്ടുള്ള പരമ്പരാഗത മാതൃകയ്ക്ക് പകരമായി മരം കൊണ്ടുള്ള മാദേവർ നിർമ്മിച്ച് ഓണവിപണിയിൽ ശ്രദ്ധ കൈവരിച്ചിരിക്കുകയാണ് ജയകൃഷ്ണൻ. ഒറ്റപ്പാലം ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട് കാണാം. ഓണത്തിന് വീടുകളിലെ പൂക്കളങ്ങളെ അലങ്കരിക്കുന്ന മണ്ണിൻ മാദേവരുകളുടെ പാരമ്പര്യം മരത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് വാണിയംകുളം പനയൂർ മിനിപ്പടി സ്വദേശി ജയകൃഷ്ണൻ. 10 വർഷം മുമ്പ് ജയകൃഷ്ണന്റെ മനസ്സിൽ തോന്നിയ ഈ ആശയത്തിന് ഇന്ന് നാട്ടിലും വിദേശത്തും ഒരുപോലെ ഡിമാൻഡാണ്. ചിരവ നിർമ്മാണ യൂണിറ്റ് നടത്തിവരുന്ന ജയകൃഷ്ണനും P രാജനുമാണ് മരം കൊണ്ടുള്ള മാദേവരുകൾ നിർമ്മിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നത്. മഴ നനഞ്ഞാലും കേടുവരില്ല എന്നതിനപ്പുറം ചിതലരിക്കാതെ സൂക്ഷിച്ചാൽ കാലങ്ങളോളം ഉപയോഗിക്കാമെന്നതും മരം കൊണ്ടുള്ള മാദേവരുകൾക്ക് ഡിമാൻഡ് കൂട്ടുന്നുണ്ട്. മരത്തടികൾ പിരമിഡ് ആകൃതിയിലാക്കി പൂക്കൾ കുത്തിവയ്ക്കാനുള്ള ചെറിയ ദ്വാരങ്ങളുണ്ടാക്കി മണ്ണിൻ്റെ നിറമുള്ള പെയിന്റ് അടിച്ച് പൂർണ്ണത വരുത്തിയാണ് മാദേവരുകൾ വിപണിയിലെത്തിക്കുന്നത്. ഒരു സീസണിൽ 3000 മുതൽ 5000 വരെ മാദേവരുകൾ നിർമ്മിക്കാറുണ്ടെന്ന് ജയകൃഷ്ണൻ പറഞ്ഞു. ഒരു 10-14 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതിന് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത് എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ തന്നെ ബാംഗ്ലൂർ താമസിക്കുന്ന ഒരാൾ മണ്ണിൽ ഇത് ഉണ്ടാക്കി കൊണ്ടുപോയായിരുന്നു. അവർ അവിടെ ബാംഗ്ലൂർ മലയാളികൾക്ക് ഭയങ്കരമായിട്ട് മലയാളി അസോസിയേഷൻ്റെ ഓണാഘോഷം ഭയങ്കരമാണ്. നമ്മൾ മലയാളികൾ ആഘോഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർ ആഘോഷിക്കും ആ കാലത്ത് തന്നെ. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ മണ്ണിലുണ്ടാക്കിയ സാധനം അവർ കൊണ്ടുപോകുമ്പോൾ ബാഗിൽ കടന്ന് ഉടഞ്ഞു പോയതിൻ്റെ ഒരു കഥ പറഞ്ഞപ്പോഴാണ് ഒന്ന് മാറി ചിന്തിച്ചാൽ എന്താണ് ഇത് മരത്തിലുണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് തോന്നിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത് തുടങ്ങിയത്. ഇത് 14-15 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നല്ല കച്ചവടം ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും അതിന് ഡിമാൻഡിന് കുറവൊന്നുമില്ല. മണ്ണിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് മരത്തിലുണ്ടാക്കുന്നതിനാണ്. ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പഴയ കാലത്ത് തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത്. അത് കാട്ടൂർ, ഇരിങ്ങാലക്കുട, തൃപ്രയാറ്, ചേർപ്പ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങളുടെ മാർക്കറ്റ്. ഒരു 15 വർഷം കാലമായിട്ട് ഞാൻ രാജേട്ടനും ഇത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും തന്നെ പണിയെടുക്കുന്നത് സെയിൽ ചെയ്യുന്നത്. പക്ഷേ അവിടെ നല്ല മാർക്കറ്റ് ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഈ സാമ്പത്തിക മാന്ദ്യമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കമ്മിയായിട്ടുണ്ടെങ്കിൽ പോലും ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ട് ഈ മരത്തിൽ ഉണ്ടാക്കുന്നതിന്. കാലത്തിനൊപ്പം മാറുന്ന ഓണവിപണിയിൽ ഇനി മരം കൊണ്ടുള്ള മാദേവർക്കും വരും കാലങ്ങളിൽ ആവശ്യക്കാർ കൂടുമെന്ന് ഉറപ്പാണ്.
യാത്രാ ദുരിതം പേറി അമ്പലപ്പാറ മുരിക്കുംപറ്റ റോഡ് കുണ്ടും കുഴികളും നിറഞ്ഞ് വാഹനയാത്രികർക്ക് ഓഫ് റോഡ് യാത്ര സമ്മാനിക്കുകയാണ് പാത. മുരിക്കുംപറ്റ മുതൽ അമ്പലപ്പാറ വരെയുള്ള പാതയിലാണ് കുണ്ടും കുഴിയും നിറഞ്ഞ യാത്രാ ദുരിതം സമ്മാനിക്കുന്ന തൗഫീഖ് പടിയിലും അമ്പലപ്പാറ ടൗണിലും വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ഒറ്റപ്പാലം മുതൽ മുരിക്കുംപറ്റ വരെയുള്ള പാതയിലെ കുഴികൾ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ അടച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ മുതൽ അമ്പലപ്പാറ വരെയുള്ള കുഴികൾ ഇതുവരെയും അടച്ചിട്ടില്ല. കുഴികൾ മറികടക്കാൻ വാഹനങ്ങൾ വേഗത കുറയ്ക്കുന്നത് പലപ്പോഴും ഗതാഗതക്കുരുക്കിനും ഇടയാക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. പാതയുടെ തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒന്നര പതിറ്റാണ്ടിനു ശേഷം കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 4 പാടശേഖരങ്ങളിൽ ഒന്നാം വിള വിരിപ്പ് നെൽകൃഷി വിളയിച്ച് കർഷകർ. കുലുക്കല്ലൂർ പാടശേഖര സമിതിയിലെ പാടശേഖരത്തിൽ നടന്ന കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി നിർവഹിച്ചു. ഏകദേശം 40 ഏക്കറോളം സ്ഥലത്താണ് ജ്യോതി നെൽവിത്ത് ഒന്നാം വിള ഇറക്കിയത്. കുലുക്കല്ലൂർ, പുറമത്ര, മുളയങ്കാവ്, വണ്ടുംതറ തുടങ്ങിയ പാടശേഖരങ്ങളിലാണ് വിരിപ്പ് കൃഷി ചെയ്തത്. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വിള വിരിപ്പ് നെൽകൃഷിയുടെ കൊയ്ത്തുത്സവവും വിളവെടുപ്പിന്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം.കെ. ശ്രീകുമാർ, കൃഷി ഓഫീസർ ഇസ്രത്ത് പി.കെ., പാടശേഖര സമിതി സെക്രട്ടറി ചന്ദ്രൻ തുടങ്ങിയവരും മറ്റ് ജനപ്രതിനിധികളും പാടശേഖര സമിതി സെക്രട്ടറിമാരും കർഷകരും പങ്കെടുത്തു. ഇപ്പോൾ കാർഷിക മേഖലയിൽ ഈ തരത്തിലുള്ള മാറ്റങ്ങളും ആധുനികമായ ഒരുപാട് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ്. നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഒന്നാം വിളവെടുപ്പ് എന്നുള്ളത് കുറേ കാലത്തിന് ശേഷം നടപ്പാക്കി വരുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ ഈ കാലത്ത് ഒരുപാട് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും മറ്റൊക്കെ തന്നെ കാർഷിക മേഖലയിൽ പുതിയ മാറ്റങ്ങളും വരുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ഒരു ഗ്രാമപഞ്ചായത്ത് നിലയിൽ നല്ല രൂപത്തിൽ കർഷകർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ അനുകൂല സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളെ പഞ്ചായത്തിൽ ഒരു ഒന്നാം വിളവെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുപ്പ് നടത്തി. അത് കുലുക്കല്ലൂർ, പുറമത്ര പാടശേഖര സമിതികൾ അത് ഏറ്റെടുക്കുകയും അതിൻ്റെ വിളവെടുപ്പ് ഉത്സവമാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒട്ടനവധി പദ്ധതികൾ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് വകയിരുത്താറുണ്ട്. അതൊക്കെ തന്നെ 100% ഫണ്ട് ചെലവഴിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 4.5 വർഷക്കാലമായി നമ്മുടെ കൃഷിഭവൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോട് സഹകരിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനവും നൽകുകയാണ് താന്നിക്കുന്ന് ഗവൺമെന്റ് LP സ്കൂൾ. നീന്തൽ പരിശീലനം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 2018 സംസ്ഥാനത്ത് തന്നെ പൊതുവിദ്യാലയങ്ങളിലെ ആദ്യത്തെ നീന്തൽക്കുളം ജനകീയ കൂട്ടായ്മയിലൂടെ സ്കൂളിൽ നിർമ്മിച്ചിരുന്നു. നീന്തൽ അറിയാത്തതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിൽ. സംസ്ഥാന പാഠ്യപദ്ധതിയിൽ നീന്തൽ ഉൾക്കൊള്ളിക്കുന്നതിന് വളരെ മുൻപ് തന്നെ നീന്തൽ പരിശീലനം സ്കൂളിൽ നടപ്പിലാക്കിയിരുന്നു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അജിത് കുമാർ, PTA പ്രസിഡന്റ് വിജേഷ് KP, ഹെഡ് മാസ്റ്റർ T മോഹനൻ എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് MES ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണം സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു. MES സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാനവ സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ആഘോഷമാണ് ഓണമെന്ന് സദസ്സ് ഉദ്ഘാടനം ചെയ്ത മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ C. മുഹമ്മദ് ബഷീർ പറഞ്ഞു. നന്മയും കാരുണ്യവും സൗഹൃദവും സ്നേഹവുമൊക്കെ തേച്ച് മിനുക്കി ക്ലാവുകൾ നീക്കിക്കൊണ്ട് നല്ല ഹൃദയത്തോടെ സൗഹൃദ അന്തരീക്ഷത്തിൽ ഓണം കേരളീയർ ആഘോഷിക്കുമ്പോൾ മനുഷ്യ നന്മക്കും മനുഷ്യരുടെ ഐക്യത്തിനും സൗഹൃദത്തിനും മതേതരത്തിനുമൊക്കെ അതൊരു വലിയ മാതൃകയും മുതൽക്കൂട്ടുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ന് എല്ലാ ആഘോഷവും മനുഷ്യൻ്റെ സന്തോഷത്തിൻ്റെ, മനുഷ്യ മനസ്സിൻ്റെ ആകുലതക്കുമൊക്കെ ഒരു പരിധിവരെ പരിഹാരം കണ്ടുകൊണ്ട് സന്തോഷം നിറഞ്ഞ ദിനങ്ങളിലൂടെ പോകുമ്പോൾ ആ ഒരു വർഷം നമ്മൾ ആഘോഷിക്കുന്ന, ഈ വർഷം ആഘോഷിക്കുന്ന ഓണം അടുത്ത ഓണം വരെയുള്ള മനുഷ്യൻ്റെ നന്മയുടെ പ്രതീകമായി മാറ്റാൻ നമുക്ക് കഴിയണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. സ്കൂൾ സെക്രട്ടറി KP അക്ബർ അധ്യക്ഷത വഹിച്ചു. കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത്, സ്കൂൾ ട്രഷറർ അബ്ദു കീടത്ത്, മണ്ണാർക്കാട് BPC KK മണികണ്ഠൻ, കൗൺസിലർ ഷർഫുന്നീസ സയ്യിദ്,
PTA പ്രസിഡന്റ് പൂതാനി നസീർ ബാബു, PTA വൈസ് പ്രസിഡന്റ് അഷ്റഫ്, പ്രിൻസിപ്പൽ എ ഹബീബ്, HM ആയിഷാബി എന്നിവർ സംസാരിച്ചു. ഓണാഘോഷ പരിപാടികളിലെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി. ശ്രീകൃഷ്ണപുരം ഓട്ടിസം സെന്റർ വിദ്യാർത്ഥികളുടെ ഓണാഘോഷം വർണ്ണാഭമായി. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മുടെ എല്ലാ ഓണാഘോഷങ്ങളും, കാരണം നമ്മുടെ ദേശീയോത്സവമാണ്, നമ്മുടെ ഇപ്പോൾ നമ്മുടെ മറുനാട് മലയാളി അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തിലും ദേശീയ തലത്തിലൊക്കെ ഓണാഘോഷങ്ങൾ ഗംഭീരമായി നടക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മളും നമ്മുടെ ഒരാഴ്ചക്കാലമായി അട്ടം തൊട്ട് നമ്മുടെ എല്ലാ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലൊക്കെ നമ്മുടെ ഓരോ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും കലാകായിക മത്സരങ്ങൾ, ഓണപ്പൂക്കളമിടൽ, തിരുവാതിരക്കളി, ഓണസദ്യ എന്നിവ നടത്തി. ബ്ലോക്ക് അംഗം V. പ്രജീഷ് കുമാർ അധ്യക്ഷനായി. പൊതുവിദ്യാലയങ്ങളിലെ 30ഓളം ഭിന്നശേഷി വിദ്യാർത്ഥികളാണ് ഓട്ടിസം സെന്ററിൽ പരിശീലനത്തിനെത്തുന്നത്. സാഹിത്യകാരൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, BPCNP പ്രിയേഷ്, N. വാസുദേവൻ, ഭാസ്കരൻ പൊരുമ്പിലാവിൽ, PC ശിവശങ്കരൻ, P. ശശികുമാർ, H. ശ്രീജിത്ത്, T. ശ്രീലത എന്നിവർ സംസാരിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കിടപ്പ് രോഗികൾക്കും ഓണക്കിറ്റ് എത്തിച്ച് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്. പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ വഴിയാണ് കിറ്റ് രോഗികൾക്ക് നൽകിയത്. രോഗം കൊണ്ട് 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്ന അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കിടപ്പ് രോഗികൾക്കും ഓണക്കിറ്റ് എത്തിച്ചാണ് ഇത്തവണ അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചത്. പാലിയേറ്റീവ് കെയർ ക്ലിനിക് ഭാരവാഹികൾക്ക് ബാങ്ക് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹ്മാൻ കിറ്റ് കൈമാറി. നമ്മുടെ അലനല്ലൂർ പ്രദേശത്തെ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്ന പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുന്ന എടുത്തനാട്ടുകര പാലിയേറ്റീവ് സമിതി, അതുപോലെ തന്നെ കരീബ് കർക്കിടാമെന്ന്, അതുപോലെ തന്നെ നമ്മുടെ അലനല്ലൂർ പാലിയേറ്റീവ്, അവർക്ക് പച്ചക്കറി കിറ്റും മറ്റുള്ള 2 പാലിയേറ്റീവിനും ഭക്ഷ്യ കിറ്റും വിതരണം നടത്തിക്കൊണ്ട് നമുക്ക് ഈ ഓണത്തിന്റെ സന്ദേശം മുഴുവൻ ആളുകളിലേക്കും എത്തിക്കാനുള്ള അതിൻ്റെ ഒരു പൊളിറ്റിക്കലി സന്ദേശമുണ്ട്. മുഴുവൻ ആളുകളും സമവാന്മാരാണ്. ഇവിടെ നമ്മുടെ നാടിൻ്റെ ഒരു മുഴുവൻ ആളുകളും ഇത് ആഘോഷിക്കണം എന്നുള്ള ഒരു ചരിത്രപരമായ ആ ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ACP ടീം ഈ ഒരു നല്ല ചടങ്ങിനായിട്ട് ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിനെ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള, ബാങ്ക് സെക്രട്ടറി P. ശ്രീനിവാസൻ, ബാങ്ക് ഡയറക്ടർമാരായ KA സുദർശനകുമാർ, ബാലചന്ദ്രൻ, സെയ്ദ്, രാജാകൃഷ്ണൻ, ഉസ്മാൻ, ശ്രീധരൻ, ഷെറീന മുജീബ്, ശ്രീജ, ബ്രാഞ്ച് മാനേജർമാരായ ജയകൃഷ്ണൻ, ഇന്ദിര, രാധിക, അബ്ദുൽ സലീം, സുരേഷ് എന്നിവർ പങ്കെടുത്തു. എടത്തനാട്ടുകര പാലിയേറ്റീവ് പ്രവർത്തകരായ C. റഷീദ്, റഹീസ് എടത്തനാട്ടുകര, C. വീരൻകുട്ടി തുടങ്ങിയവരും നേതൃത്വം നൽകി. ഇനി വാണിജ്യ വാർത്തകൾ. പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിൽ ഓണത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ അൻഷാദ് സമ്മാന വിതരണം നടത്തി. ഇമ്മാനുവൽ സിൽക്സിൽ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം പൊന്നോണം സമ്മാന പദ്ധതിയിൽ വിജയികളായവർക്കാണ് ശനിയാഴ്ച ഷോറൂമിൽ നടന്ന ചടങ്ങിൽ സമ്മാന വിതരണം നടത്തിയത്. വിജയികളായ സുഹൈല പൂവക്കോട്, ഗീത പരുതൂർ, നിവേദിത കുളപ്പുള്ളി, ആര്യൻ ഷൊർണൂർ എന്നിവർക്ക് പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ അൻഷാദ് സമ്മാന വിതരണം നടത്തി. ഷോറൂം മാനേജർ T. മൊബേഷ്, വനമിത്ര അവാർഡ് ജേതാവ് മുരളീധരൻ വേളേരി മഠം, മാർക്കറ്റിംഗ് മാനേജർ ബഷീർ എന്നിവർ പങ്കെടുത്തു. മഴയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇനി നല്ലൊരു ഇനിയുള്ള ദിവസങ്ങളിൽ നല്ലൊരു നമുക്ക് ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും. നേരത്തെ പറഞ്ഞ പോലെ കണം വിറ്റും ഓണം ഒന്നാണെന്നുള്ളതാണ് നമ്മുടെ പഴയ സങ്കല്പം. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ഉത്സവമാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ആഘോഷമാണ് നമ്മുടെ ഓണം. പല വിദേശത്ത് പോലും ഉള്ള ആളുകൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം എത്താനും ഓണം ആഘോഷിക്കാനും അതിൽ സംഗമിക്കാനുള്ള ഒരു വേദി കൂടിയാണിത്. നിങ്ങൾ ഓരോരുത്തർക്കും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിന്
ഓണത്തിന് മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും അനന്യമായ വസ്ത്രശേഖരവുമാണ് ഇമാനുവൽ സിൽക്സിൽ ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും പുതിയ കളക്ഷനോട് കൂടിയ സാരി വിഭാഗം, ലേഡീസ് വെയർ വിഭാഗം, കിഡ്സ് വെയർ സെക്ഷൻസ്, ജെൻസ് വെയർ സെക്ഷൻസ് എന്നിവ ഈ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നു. സ്പെഷ്യൽ ഓണം കളക്ഷനുകൾ 199 രൂപയ്ക്ക് ആരംഭിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ലഭ്യമാണ്. ഓരോ പർച്ചേസിനും സമ്മാന കൂപ്പണും ഒട്ടനവധി സമ്മാനങ്ങളുമാണ് ഇമാനുവൽ സിൽക്സ് നൽകുന്നത്. മികച്ച കസ്റ്റമർ സർവീസും ഇമാനുവലിൻ്റെ മേന്മയാണ്. കുമരംപുത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്ത തുടങ്ങി. ബാങ്കിന്റെ പയ്യനടം ബ്രാഞ്ചിലാണ് ഓണച്ചന്ത പ്രവർത്തിക്കുന്നത്. ഉത്സവകാലത്തെ കൃത്രിമ വിലക്കയറ്റം പിടിച്ചു നിർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് സഹകരണ മേഖലയിൽ ഓണച്ചന്തകൾ ആരംഭിക്കുന്നതെന്ന് ഉദ്ഘാടനം ചെയ്ത സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ KG സാബു പറഞ്ഞു. ആദ്യ വിൽപ്പനയും അദ്ദേഹം നിർവഹിച്ചു. ഏറ്റവും അടിയന്തരമായി നേരിടേണ്ടുന്ന ഒരു കർത്തവ്യമാണ് ജനജീവിതം ദുസ്സഹമാക്കുന്ന വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഉത്സവ കാലയളവുകളിൽ സമൂഹത്തിലെ ചില ചിത്രശക്തികൾ മനഃപൂർവ്വം വരുത്തിക്കൂട്ടുന്ന കൃത്രിമമായ വിലക്കയറ്റം അവശ്യ സാധനങ്ങൾക്കും ഭക്ഷ്യസാധനങ്ങൾക്കുമെല്ലാം കൃത്രിമമായി ഉണ്ടാക്കുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ട നടപടികൾ ആവിഷ്കരിക്കുക എന്നുള്ളത് എല്ലാ ഗവൺമെന്റും കാലാകാലങ്ങളിലായി നേരിടുന്ന വെല്ലുവിളികളിൽ ഒന്നാണ്. ബാങ്ക് പ്രസിഡന്റ് AK അസീസ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് അബ്ദുൽ നാസർ, മുൻ പ്രസിഡന്റ് N മണികണ്ഠൻ, ഡയറക്ടർമാരായ രമേശ് നാവായത്ത്, രാമകൃഷ്ണൻ, സുരേഷ് ബാബു, ഉസ്മാൻ, ബ്രാഞ്ച് മാനേജർ സുധീഷ്, സെക്രട്ടറി N സുഗന്ധി എന്നിവർ പ്രസംഗിച്ചു. ഇനി കാണാം ഷോർട്ട് ന്യൂസ്. തച്ചനാട്ടുകര ചോളോട് മഹലിന് കീഴിൽ പ്രവാചകരുടെ 1.5 പതിറ്റാണ്ട് സഹസ്രാബ്ദം പ്രമേയത്തിൽ റബീ ദിന സന്ദേശ പ്രചരണവും മൗലീദ് പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. പ്രാർത്ഥനാ സദസ്സിന് ഹംസ അൻവരി, മഹൽ സെക്രട്ടറി മുഹമ്മദ് സയ്യിദ്, ഷിബിലി അൻവരി, ഷഫീർ ഫൈസി, റസാഖ് മുസ്ലിയാർ, ബാസിദ് സാലിമി തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പശ്ശേരി കാറൽമണ്ണയിൽ പാടത്ത് പന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി രഞ്ജിത്ത് പ്രമാണിക്കാണ് മരിച്ചത്. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുണ്ടൂർ തൂത പാതയിൽ വീണ്ടും വാഹനാപകടം. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന മുച്ചക്ര സ്കൂട്ടറും എതിരെ വന്ന ലോറിയും കൂട്ടിയിടിച്ചു. സ്കൂട്ടർ യാത്രികന് പരിക്ക്. മുറിയങ്കണ്ടി പൂവത്താണി വരെയുള്ള റോഡിന്റെ പ്രവൃത്തി ജനുവരിയിൽ പൂർത്തീകരിക്കുമെന്ന് K പ്രേംകുമാർ MLA. BM&BC നിലവാരത്തിൽ മികച്ചതായി മാറുമെന്നും MLA. കുലിക്കല്ലൂരിൽ വീണ്ടും നെൽവസന്തം. 1.5 പതിറ്റാണ്ടിന് ശേഷം 4 പാടശേഖരങ്ങളിൽ 1ാം വിള വിരിപ്പ് നെൽകൃഷി വിളയിച്ച് കർഷകർ. കൊയ്ത്ത് ഉത്സവമാക്കി പഞ്ചായത്ത്. ആണിനെ പെണ്ണാക്കുന്നതും പെണ്ണിനെ ആണാക്കുന്നതുമല്ല കേരളത്തിന്റെ സംസ്കാരമെന്ന് MP അബ്ദുൾ സമദ് സമദാനി MP. പുരുഷനെ പൗരുഷമുള്ളവനായും സ്ത്രീയെ സ്ത്രീത്വമുള്ളവളുമായാണ് സ്ഥാപിക്കേണ്ടതെന്നും സമദാനി. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.